പോലീസ് കാണിക്കുന്ന ഇരട്ടത്താപ്പ്, ആ ചെറുപ്പക്കാരൻ നൽകിയ പരാതിയിന്മേൽ കേസെടുക്കാത്ത ഇടതുപക്ഷത്തിനോട് വിധേയത്വം കാണിക്കുന്ന ഈ CPM-ന്റെ അനുകൂല നിലപാട്, പോലീസിന്റെ അനുകൂല നിലപാടിനെതിരെ അതിശക്തമായ സമരം യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടാവും. ഇത്തരത്തിലുള്ള നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് പോലും അതിന്റെ ഹാങ് ഓവർ വിടാതെ മേയറുടെ ഭർത്താവ് നടത്തുന്ന നടു റോഡിൽ നടത്തുന്ന യാത്രക്കാരെ തെരഞ്ഞുകൊണ്ട് നടത്തുന്ന റോഡ് ഷോ, അത് എല്ലാ രീതിയിലും യൂത്ത് കോൺഗ്രസ് പ്രതിരോധിക്കും. ആ ചെറുപ്പക്കാരന് നീതി കിട്ടുന്നതിന് വേണ്ടി നമ്മൾ പോരാടും. അതുമാത്രമല്ല, ഏറ്റവും ഗുരുതരവും അപകടകരവും എന്ന് പറയുന്നത്, നിങ്ങൾ മനസ്സിലാക്കണം, മേയർ, നഗരമാതാവ് എന്നറിയപ്പെടുന്ന ആ മേയർ പോലും ഒരു ചെറുപ്പക്കാരന് നേരെ കളവ് പറയുകയാണ്. തനിക്ക് സമൂഹത്തിൽ നിന്ന് പിന്തുണ കിട്ടുന്നില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ ആ ചെറുപ്പക്കാരൻ ലൈംഗികമായ അധിക്ഷേപം നടത്തി എന്ന കളവ് പറയാണ്. എവിടെയാണ് മേയർ അടക്കമുള്ള ആളുകൾ മുന്നോട്ട് വെച്ച തെളിവുകൾ? ഏതെങ്കിലും ഒരു തെളിവ് ഹാജരാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അവർ പറഞ്ഞല്ലോ ഇവിടെ അവൻ ലഹരി പദാർത്ഥം ഉപയോഗിച്ചു, അവൻ കള്ള് കുടിച്ചു എന്നെല്ലാം പറഞ്ഞല്ലോ. എന്തെങ്കിലും ഒരു തെളിവ്, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും ആ ഡ്രൈവർക്കെതിരെ ഇവർക്ക് പുറത്ത് കാണിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? പകരം മേയറിന്റെ ഗുണ്ടാ സംഘങ്ങളും ആ ബസ് തടയുന്നതും സീബ്ര ലൈനിൽ ക്രോസ് ചെയ്തിട്ടതുമുള്ള ചിത്രങ്ങൾ നമ്മുടെ മുന്നിലില്ലേ? KSRTC ഡ്രൈവർമാർക്ക് എന്ത് തരത്തിലുള്ള ഉപദേശം കൊടുത്തത്? ഞങ്ങൾ ഉപദേശം നൽകുന്നത്, ഇത് മേയറിന്റെ കുടുംബവും പോകുമ്പോൾ ബസ് ഒതുക്കിയിട്ട് മേയറിന്റെ കുടുംബത്തിന് പോകാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒതുക്കി കൊടുക്കണം. അങ്ങനെ യാത്രക്കാർ ബുദ്ധിമുട്ടിയാലും കുഴപ്പമില്ല, മേയറിന്റെ കുടുംബവും സുഖമായിട്ട് സഞ്ചരിക്കട്ടെ. അതുമാത്രമല്ല, ഇനി ഏതെങ്കിലും കാരണം വെച്ചാൽ മേയറിന്റെ കുടുംബത്തിലോ ആരോ ബസ്സിനെ ഓവർടേക്ക് ചെയ്ത് കുറുകെ കൊണ്ട് നിർത്തിയിട്ട് നിന്റെയെങ്കിലും ആരുടെയെങ്കിലും തന്തയുടെ വകയാണോ എന്ന് ചോദിച്ചാൽ, ഈ ശമ്പളത്തിന്റെ കാര്യം മാത്രം നിങ്ങൾ ചോദിച്ചു കളയില്, ശമ്പളം തന്നതിന് ശേഷം ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കാവൂ എന്നൊന്നും ചോദിച്ചു കളയില് എന്നാണ് ഡ്രൈവറോട് ഞങ്ങൾ ഉപദേശിക്കുന്നത്.